നമസ്കാരം. ചെങ്കോട്ടയിൽ ബി.ജെ.പിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിലാണ് താൻ പങ്കെടുക്കുന്നതെന്ന മട്ടിലാണ് നരേന്ദ്രമോദി വാചക കസർത്ത് നടത്തിയത്. സ്വാതന്ത്ര്യദിനത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി.ജെ.പിയുടെ ദീർഘകാല അജണ്ടയായ ഏകീകൃത സിവിൽ കോഡ് ഉൾപ്പെടെ നിരവധി രാഷ്ട്രീയ വിഷയങ്ങൾ പരാമർശിച്ചു. സിവിൽ കോഡിനെ കുറിച്ച് സുപ്രീം കോടതി പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നും നാം ജീവിക്കുന്ന സിവിൽ കോഡ് വിവേചനം കാണിക്കുന്ന ഒരു വർഗീയ സിവിൽ കോഡാണ് എന്നുമാണ് ഇന്ത്യയുടെ ഭരണാധികാരി അവിടെ വെച്ച് വിളമ്പിയത്. ഈ വിഷയത്തിൽ രാജ്യത്ത് വ്യാപകമായ ചർച്ചകൾ നടക്കണമെന്നും മതത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ വിഭജിക്കുന്ന നിയമങ്ങൾ ആധുനിക സമൂഹത്തിൽ ഇടം പിടിക്കരുതെന്നും ഞാൻ വിശ്വസിക്കുന്നു എന്നും പറഞ്ഞ മോദി സിവിൽ നിയമം ഉൾപ്പെടെ അനുബന്ധമായ ഭരണഘടനയെ തന്നെയാണ് യഥാർത്ഥത്തിൽ വലിച്ചിഴച്ചത്. നാം 75 വർഷം വർഗീയ സിവിൽ കോഡിന് കീഴിൽ ചെലവഴിച്ചു. ഇപ്പോൾ ഒരു മതേതര സിവിൽ കോഡിന്റെ ആവശ്യകതയുണ്ട്. എങ്കിൽ മാത്രമേ മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിവേചനത്തിൽ നിന്ന് സാധാരണ പൗരന്മാർക്ക് തോന്നുന്ന അകലം ഒഴിവാക്കാനാകൂ എന്ന് മോദി പറഞ്ഞതിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ എന്തു പറയാം, എന്തു പാടില്ല എന്ന വിവേകം പോലും അദ്ദേഹത്തിന് ഇല്ല എന്ന ആക്ഷേപമാണ് ഉയർന്നു വന്നത്. 21ാം നിയമ കമ്മീഷൻ അതിന്റെ കൺസൾട്ടേഷൻ പേപ്പറിൽ ഈ ഘട്ടത്തിൽ ആവശ്യമില്ലാത്തതോ അഭികാമ്യമല്ലാത്തതോ ആണ് ഏകീകൃത സിവിൽ നിയമം എന്ന് പറഞ്ഞ സാഹചര്യം മുന്നിൽ നിൽക്കെയാണ് ബി.ജെ.പിയുടെ ദീർഘകാല ആവശ്യത്തിന്റെ പ്രചാരണ വേദിയാക്കി പ്രധാനമന്ത്രി സ്വാതന്ത്ര്യ ദിന പ്രഭാഷണത്തിന്റെ വിലയിടിച്ചത്. ഏകീകൃത സിവിൽ കോഡിനായി നിയമം കൊണ്ടുവന്ന ഉത്തരാഖണ്ഡ് പോലുള്ള സംസ്ഥാനങ്ങളിൽ അവിടെയുള്ള ബി.ജെ.പി സർക്കാർ അത് നടപ്പാക്കുന്നതിനെതിരെ വൻ പ്രതിഷേധമാണ് നേരിട്ടത്. ഇതുകൂടാതെ സമീപകാലത്ത് ബി.ജെ.പി ഉയർത്തിയ മറ്റൊരു വിഷയമായ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന വാദവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ഉന്നയിച്ചു. ഒരു രാഷ്ട്രം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയത്തെ പിന്തുണയ്ക്കാൻ ഞാൻ രാഷ്ട്രീയ സമൂഹത്തോട് ചെങ്കോട്ടയിൽ നിന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ ഉദ്യമത്തിന് പിന്നിൽ രാഷ്ട്രം ഒന്നിക്കേണ്ടത് നിർണായകമാണ്. അടിക്കടിയുള്ള തിരഞ്ഞെടുപ്പുകൾ രാജ്യത്ത് സ്തംഭനാവസ്ഥ സൃഷ്ടിക്കുന്നു. ഇന്ന് എല്ലാ പദ്ധതികളും സംരംഭങ്ങളും തിരഞ്ഞെടുപ്പ് ചക്രങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നതായി തോന്നുന്നു. എല്ലാ പ്രവർത്തനങ്ങളും രാഷ്ട്രീയ പരിഗണനകളുടെ നിറമുള്ളതാണ് എന്നൊക്കെയാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഫെഡറൽ ജനാധിപത്യവും ബഹുകക്ഷി പാർലമെന്ററി ജനാധിപത്യവും നിലനിൽക്കുന്ന രാജ്യത്ത് തികച്ചും അപ്രായോഗികമായ ഒന്നിനെ കുറിച്ച് സംസാരിക്കേണ്ടത് സ്വാതന്ത്ര്യ ദിനത്തിൽ ചെങ്കോട്ടയിൽ കയറി നിന്നാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അടുത്തുള്ളത് കാണാതെ അയൽപക്കത്തുള്ളതിനെ കുറിച്ച് അഭിപ്രായം പറയാനും മോദി തയ്യാറായി. കലാപം പൊട്ടിപ്പുറപ്പെട്ട് വർഷമൊന്ന് കഴിഞ്ഞിട്ടും മണിപ്പൂരിലേക്ക് തിരിഞ്ഞു നോക്കാത്ത പ്രധാനമന്ത്രി ബംഗ്ലാദേശിലെ ഹിന്ദു ന്യൂനപക്ഷത്തെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചപ്പോൾ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന് നേരെയുള്ള ആക്രമണങ്ങളെക്കുറിച്ച് അദ്ദേഹം മൗനം പാലിച്ചത് അപലപനീയമാണ്. സമീപകാലത്ത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് മറ്റ് രാജ്യങ്ങൾ പോലും ആശങ്ക പ്രകടിപ്പിക്കുന്ന സാഹചര്യമുണ്ടായിട്ടും അതിനെക്കുറിച്ചൊന്നും ഒരു പ്രതികരണവും നടത്താത്തയാളാണ് നരേന്ദ്രമോദി. സ്വന്തം പറ മൂടിവെച്ച് അന്യന്റെ ഇടങ്ങഴിക്ക് പിറകെ പോകുന്ന പരിഹാസ്യമായ നിലപാട് എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാനാവൂ.